നമസ്കാരം. ദേശീയം സാർവദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്ത് സ്ത്രീകൾ ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനം കേരളമാണ്. അത്തരത്തിലൊരു സംസ്ഥാനത്ത് വന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിച്ചത്. പ്രധാനമന്ത്രിയുടെ സ്വന്തം നാടാണ് ഗുജറാത്ത്. അവിടെ നടക്കുന്ന സ്ത്രീ വിരുദ്ധത എന്താണെന്ന് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് സുപ്രീം കോടതിയാണ്. രാജ്യത്ത് ഏറ്റവും മികച്ച ക്രമസമാധാന നിലയുള്ള സംസ്ഥാനമാണ് കേരളം. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ രാജ്യത്തിനും ലോകത്തിനും മാതൃക. അങ്ങനെയുള്ള കേരളത്തിലെത്തിയാണ് നരേന്ദ്രമോദി സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. हमने सैनिक स्कूलों में बेटियों के एडमिशन का रास्ता खोला. ये कैसे संभव हुआ? മോദിയുടെ गारंटी, मोदी गारंटी. हमने लोकसभा विधानसभा में महिलाओं को रिजर्वेशन दिया. ये वायदा कैसे पूरा हुआ? मोदी गारंटी. मेरे परिवारजनों, आज जब हम विकसित भारत की बात कर रहे हैं तो उसमें नारी शक्ति को हम एक सशक्त फोर्स बनाना चाहते हैं. इसलिए आने वाले समय में हमारी माताओं, बहनों, बेटियों के लिए अवसर ही अवसर आने वाले हैं. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഒരു നാട്ടുകാരിയെ പരിചയപ്പെടാം. പേര് ബിൽക്കിസ് ബാനു. ഗുജറാത്ത് കലാപ സമയത്ത് ബലാത്സംഗത്തിന് ഇരയായ അമ്മയാണ് ബിൽക്കിസ് ബാനു. സംഘപരിവാറുകാരായ എല്ലാ പ്രതികളെയും കോടതികൾ ശിക്ഷിച്ചു. എന്നാൽ BJP സർക്കാർ വിവേചനാധികാരം ഉപയോഗിച്ച് കുറ്റവാളികളുടെ ശിക്ഷാകാലാവധി അവസാനിപ്പിച്ച് ജയിൽ മോചിതരാക്കുകയായിരുന്നു. ആ കൊടുംകുറ്റവാളികൾക്ക് RSSകാർ സ്വീകരണവും നൽകി. रोजमर्रा की जिंदगी में नारी को अपमानित करने वाली हर बात से मुक्ति का संकल्प ले सकते हैं. 2002 മാർച്ച് 3 ഗുജറാത്ത് വംശഹത്യ കത്തിപ്പടർന്ന ദിനം. ദഹോദ് ജില്ലയിലെ ജന്തിർപൂർ ഗ്രാമത്തിൽ സംഘപരിവാർ അഴിഞ്ഞാടി. ബിൽക്കിസ് ബാനു അന്ന് 5 മാസം ഗർഭിണിയായിരുന്നു. ബിൽക്കിസ് ബാനുവിനെ സംഘം കൂട്ടബലാത്സംഗം ചെയ്തു. കുടുംബത്തിലെ 7 പേരെ കൊലപ്പെടുത്തി. ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി. പ്രതികളെ രക്ഷിക്കാൻ അന്ന് മോദി സർക്കാർ ആകാവുന്നതെല്ലാം ചെയ്തു. പക്ഷേ അന്ന് സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നു. അന്വേഷണം CBIയെ ഏൽപ്പിച്ചു. വിചാരണ മഹാരാഷ്ട്രയിലേക്ക് മാറ്റി. വിചാരണ കോടതിയും ഹൈക്കോടതിയും 11 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ഈ കൊടും ക്രിമിനലുകളെയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ 75ാം വാർഷികത്തിലെ മാനുഷിക പരിഗണന എന്ന പേരും പറഞ്ഞ് ഗുജറാത്തിലെ BJP സർക്കാർ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്. ഈ ക്രൂരകൃത്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. ഈ നടപടിക്കെതിരെ ബിൽക്കിസ് ബാനു, CPIM നേതാവ് സുഭാഷ് നിയാലി, തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര തുടങ്ങിയവർ സുപ്രീം കോടതിയെ സമീപിച്ചു. ബിൽക്കിസ് ബാനുവിന് നീതി ലഭിച്ചു. കുറ്റവാളികളുടെ ശിക്ഷ ഇളവ് ചെയ്ത ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സുപ്രീം കോടതി റദ്ദാക്കി. This is a very important question that people must ask people in power, that who are you running your government for? Is your government there to protect those who are being attacked, those who are weak, those who are poor? Or is your government there to protect those who are perpetrators of crimes, those who are rapists, those who are murderers? These are very important questions. So now, of course, we have to see whether the government of Gujarat is going to give protection to Bilkis Banu and her family, whether they're going to extend help to them, help them to live a peaceful life at least for some years, whether they're going to give her the compensation that has been ordered by the court earlier. And we have to see whether these criminals are going to be given an opportunity to appeal and what happens with that. But most important, we would like to tell the women in India who must be feeling very, very, very frightened that, how are they going to fight for justice? How many of them can go up to the Supreme Court? How many of them will get help
So they should know that there are organizations like AIDWA, there are many activists. They should approach them if they are in trouble. They should feel that they are not alone, and they should come forward and fight and be helped in their fight by all of us. ജനുവരി 22-ന് അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുകയാണ്. അയോധ്യയിലേക്ക് പോകാനായി തയ്യാറെടുക്കുകയായിരുന്നു ഈ കൊടും ക്രിമിനലുകൾ. അവർ അയോധ്യയിലേക്കല്ല, ജയിലിലേക്കാണ് പോകുന്നത്. തുറന്നു കാട്ടപ്പെടുന്നത് മോദിയുടെ തനിനിറമാണ്. തലകുനിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്.